ഇൻട്രൊഡക്ഷൻ ടു മെറ്റീരിയൽ. ഇത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്. സെക്കൻഡ് യൂണിറ്റിലെ സെഷൻ 1. മീനിങ് ഓഫ് മെറ്റീരിയൽ. ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് കോസ്റ്റ് ഇസ് മെറ്റീരിയൽ. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു എലമെൻറ്റ്, ഒരു പ്രോഡക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് കോമ്പോണൻറ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും വരുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ പ്രോഡക്റ്റ് മാനുഫാക്ചർ ദ മെറ്റീരിയൽ കോസ്റ്റ് മേ ഗോ അപ് ടു 70-80% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ 70-80% നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ഓരോ ഐറ്റംസ് ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇനി സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽ, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇത് മൂന്നുമാണ് നമ്മൾ ഡീൽ ചെയ്യുന്ന മെറ്റീരിയൽസ്. മെറ്റീരിയലിനകത്ത് സെമി ഫിനിഷ്ഡ് കാണും, ഫിനിഷ്ഡ് കാണും, റോ മെറ്റീരിയലും കാണും. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് പ്രോസസ്സിങ് തുടങ്ങാതെ നമ്മൾ സപ്ലയറുടെ അടുത്തുനിന്ന് വാങ്ങി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ റോ മെറ്റീരിയൽ. പ്രോഡക്റ്റ് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടൺ ടെക്സ്റ്റൈൽ മേടിച്ച് വെച്ചിരിക്കുകയാണ് നമുക്ക് ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഈ സെമി ഫിനിഷ്ഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പാർട്ട്ലി ഫിനിഷ്ഡ് ആയിട്ട് ഒരു 50% കംപ്ലീറ്റ് അല്ലെങ്കിൽ 75% കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ് ആവാൻ വേണ്ടി ചെറിയ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യണം. അൺപോളിഷ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് വാങ്ങിച്ചേക്കുവാണ്. അപ്പോൾ സെയിലിന് മുമ്പായിരിക്കും നമ്മളത് പോളിഷ് ചെയ്ത് സെയിൽ ചെയ്യുക. അങ്ങനെയുള്ളത് സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഫിനിഷ്ഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. മാനുഫാക്ചറിങ് നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് ഒരു വാല്യൂ അഡീഷൻ്റെ ആവശ്യമില്ല സെയിൽ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ എക്സാമ്പിൾസ് ടയർ, ബാറ്ററി അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ റോ മെറ്റീരിയൽ, സെമി ഫിനിഷ്ഡ് മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് മെറ്റീരിയൽ, ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഐറ്റംസ് ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നത്. റോ മെറ്റീരിയൽ വാങ്ങിക്കാം, സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിക്കാം, ഫിനിഷ്ഡ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഹോൾസെയിലിൽ വാങ്ങിച്ചിട്ട് റീറ്റെയിലിൽ സെയിൽ ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് മൂന്നുമാണ് കാറ്റഗറീസ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് മെറ്റീരിയലിനെ ഇൻഡയറക്റ്റ് കോസ്റ്റ്, അതുപോലെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. മെറ്റീരിയലിനെ രണ്ട് കാറ്റഗറി ആക്കുവാണെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പ്രോഡക്റ്റിനകത്ത്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റിനകത്ത് അപ്പം ലാപ്ടോപ്പിൽ ഒരു ഹാർഡ് ഡിസ്ക് വെച്ചിരിക്കുന്നത്, അപ്പോൾ അതൊരു ഡയറക്റ്റ് മെറ്റീരിയൽ, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സ്ക്രൂ അല്ലെങ്കിൽ പിന്നെ ഗ്ലൂ, ഇതൊക്കെ എന്തോരം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൽ അതിന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, അതിലെവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റിൻ്റെ ഭാഗവുമായിരിക്കും ഈ പറയുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. കോസ്റ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പാർട്ടായിട്ട് നമുക്ക് പറയാം. അതുപോലെ ഫർണിച്ചർ പ്രൊഡക്ഷൻ ആണെങ്കിൽ വുഡാണ്. പക്ഷേ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഏതാ, ഗ്ലൂ, നെയിൽസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഫർണിച്ചർ പ്രൊഡക്ഷനിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. വുഡാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഫർണിച്ചർ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എന്താ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയും. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ നേരിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരു പ്രോഡക്റ്റിന് വേണ്ടി വാങ്ങിക്കുന്നതായിരിക്കത്തില്ല ഈ സ്ക്രൂവും അങ്ങനെ ലൂബ്രിക്കൻ്റ് ഓയിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. Materials form an important part of the cost of the product and therefore proper control over material is necessary from the time the order is placed with the supplier till they are consumed. അപ്പോൾ മെറ്റീരിയൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അതുകൊണ്ട് മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ടൈം തൊട്ട് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സപ്ലയറായി നമ്മൾ വാങ്ങിച്ച ടൈം തൊട്ട് അതെങ്ങനെയാണ് കൺസ്യൂം ചെയ്യുന്നതെന്നുള്ളത് അത് കൺട്രോൾഡ് മാനറിലായിരിക്കണം. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിക്കുന്ന മെറ്റീരിയലിനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് മെറ്റീരിയൽ കൺട്രോളിന്. കാരണം ഡയറക്റ്റ് മെറ്റീരിയൽ ഹൈ വാല്യൂ ആയിരിക്കും, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ വാല്യൂ ആയിരിക്കും. അപ്പോൾ അവിടെ എക്സസീവ് കൺട്രോൾ വേണ്ട, പക്ഷേ ഡയറക്റ്റ് മെറ്റീരിയലിന് എക്സസീവ് കൺട്രോൾ വേണം. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് കോസ്റ്റ്, അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറയണമെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് സിസ്റ്റം നമുക്ക് വേണം. ഇനി മെറ്റീരിയൽ കൺട്രോളിൻ്റെ മീനിങ് എന്താ? റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കും. അത് റൈറ്റ് ടൈമിൽ, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ, അതായത് കുറഞ്ഞ പൈസയ്ക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുവാണെങ്കിൽ അവിടെ നമുക്ക് മെറ്റീരിയൽ കൺട്രോൾ ഉണ്ടെന്ന് പറയാം. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓവർ ദ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് യൂസേജ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് കൺട്രോളാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ്, സ്റ്റോറേജ് അതുപോലെ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. സോ ആസ് ടു മെയിൻറ്റെയിൻ ആൻ ഈവൻ ഫ്ലോ ഓഫ് മെറ്റീരിയൽ.
അപ്പോൾ നമുക്ക് എന്താ മെറ്റീരിയൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, എന്നാൽ എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തില്ല മെറ്റീരിയലിൽ. ഒരുപാട് പൈസ ഇൻവെൻട്രിയിൽ ബ്ലോക്കായി പോകത്തില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മെറ്റീരിയൽ വാങ്ങിച്ച് സൂക്ഷിക്കുക. അതാണ് മെറ്റീരിയൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോർ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മെറ്റീരിയൽസുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലൊരു പ്രോപ്പർ കോർഡിനേഷൻ വേണം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്: കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഫോർ അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻറ്ററപ്റ്റ് ആവാതെ, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവാതെ, പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തോന്ന് വേണം? നമുക്ക് കറക്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കയ്യിൽ വേണം. പിന്നെ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയലിൽ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. മെറ്റീരിയലിൽ ഒപ്റ്റിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണം. അതായത് എമൗണ്ട് ഒരുപാട് ബ്ലോക്കായി പോകാൻ പാടില്ല. എക്കണോമി ഇൻ പർച്ചേസിങ്, ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട്സ് കിട്ടും. അപ്പം അതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോവസ്റ്റ് പ്രൈസ് പോസിബിൾ നമുക്ക് കിട്ടിക്കോളും നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒരുമിച്ച് വാങ്ങുമ്പോൾ. പിന്നെ സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ, നമ്മളൊരു സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം വെക്കണം. അപ്പോൾ സപ്ലയർ നമുക്ക് കറക്റ്റ് റൈറ്റ് ക്വാണ്ടിറ്റി ആണോ തരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മെറ്റീരിയൽ നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റ് ചെയ്യുന്ന ആ റിപ്പോർട്ട് നമുക്ക് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുകയും കൂടെ വേണം. പിന്നെ മിനിമം ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആൻഡ് ടൈം. മെറ്റീരിയലിന് മിനിമം ഹാൻഡ്ലിംഗ് കോസ്റ്റും ടൈമും മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കാം. യൂസർ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ലീസ്റ്റ് എഫേർട്ടോട് കൂടി കറക്റ്റായിട്ടുള്ളൊരു ഫ്ലോ, കുറവ് വരുന്നതനുസരിച്ച് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കാൻ നോക്കാം. പിന്നെ അതുകൊണ്ട് തന്നെ അതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലീസ്റ്റ് കോസ്റ്റ്, അതായത് കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് കൺട്രോൾ ഓൺ പേയ്മെൻറ്റ് ഫോർ മെറ്റീരിയലിന് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഡിഫക്റ്റീവ് എല്ലാം ചെക്ക് ചെയ്ത് ക്വാളിറ്റി ചെക്കും കഴിഞ്ഞിട്ടേ പേയ്മെൻറ്റ് കൊടുക്കാറുള്ളൂ. ഇനി ഓതറൈസ്ഡ് ഇഷ്യൂസ്, ഇത് സ്റ്റോർ കീപ്പറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റോർ കീപ്പർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രോപ്പർ ഓതറൈസേഷൻ വേണം. പിന്നെ മിനിമൈസ് വേസ്റ്റേജ്, അത് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ഇഷ്യൂസൊന്നും ഇല്ലയെന്ന് ചെക്ക് ചെയ്താൽ വെക്കുന്നത്. അപ്പോൾ വേസ്റ്റേജ് അധികം വരത്തില്ല. കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ മാത്രം നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് വേസ്റ്റേജ് മിനിമം ആക്കാൻ പറ്റും. പിന്നെ കൺട്രോൾ ഓൺ പിൽഫറേജസ് ആൻഡ് ലീക്കേജ് ആൻഡ് അതർ ലോസസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര മെറ്റീരിയൽ വാങ്ങിച്ചു, എത്ര മെറ്റീരിയൽ റിസീവ് ചെയ്തു, എല്ലാത്തിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. അതുകൊണ്ട് മെറ്റീരിയൽസ് നഷ്ടമാവുമെന്നോ ലീക്കായി പോകുമെന്നോ ലോസായി പോകുമെന്നോ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഡിക്റ്റേറ്റ് ദ സ്ലോ മൂവിങ് ആൻഡ് ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഏതൊക്കെയാണ് സ്ലോ മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഏതൊക്കെയാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൺട്രോൾ ഓൺ മിസ്അപ്രോപ്രിയേഷൻസ്. ഇപ്പം മെറ്റീരിയലിൽ ലീക്കേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ, അതായത് മിസ്അപ്രോപ്രിയേഷനോ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്മാച്ചോ ഒന്നും വരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാം. പിന്നെ റെഗുലർ ആൻഡ് ഡിപ്പെൻഡബിൾ ഇൻഫർമേഷൻ അബൌട്ട് മെറ്റീരിയൽസിനെ പറ്റി നമുക്ക് റെഗുലറായിട്ട് അതേപോലെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. മാക്സിമം ലെവൽ എത്രയാണ്, മിനിമം ലെവൽ കീപ്പ് ചെയ്യേണ്ടത് എത്രയാണ്, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് പൊസിഷൻ എന്താണ്, കറണ്ട് സ്റ്റോക്ക് പൊസിഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് റൈറ്റ് ക്വാണ്ടിറ്റിയിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. കറക്റ്റ് സമയത്ത് കറക്റ്റ് സപ്ലയറിൽ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു 12 കാര്യങ്ങളാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്.